നിങ്ങൾ പലരും വിചാരിക്കുന്ന അത് ഫുള്ള് വൃത്തികേട് അല്ല. വൃത്തികേടല്ല, പക്ഷെ അത് ശരിക്കും അതിനടിയിൽ അവർ. പക്ഷെ ഈ കമന്റുകൾ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര വിചിത്രമായിട്ടുള്ള കമന്റുകൾ. ഒരു സെലിബ്രിറ്റീസിന്റെയും കമന്റ് സെക്ഷനിൽ ഞാൻ ഇങ്ങനെ കമന്റുകൾ കണ്ടിട്ടില്ല. പക്ഷെ അംബികാമ്മ ഒരിക്കൽ പോലും അതിനൊരു റിപ്ലൈ കൊടുക്കുന്നില്ല. അത് ഏത് ഭാഷ പഠിക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഭാഷ പഠിക്കണേ അത് കറക്റ്റ് അറിയാവുന്നവർക്ക് അറിയാം അതിൽ എന്താ എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. കറക്റ്റ് അങ്ങനെ അതറിയില്ല. പക്ഷെ എനിക്ക് എന്റെ സന്തോഷമാണ്. കൃഷ്ണ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അതെനിക്ക് പല രീതിയിലും കൃഷ്ണനെ രക്ഷിച്ചിട്ടുള്ളതാണ്. ഞാൻ ആരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എന്നെ പോലെ എന്നെ ആവാനേ ആഗ്രഹിക്കും. കേറി വരൂ, ഇരിക്കൂ. ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അതിനെന്താ, ഞാൻ പ്രിയയുടെ അമ്മയാണ്. അതുണ്ടായിട്ട് ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ, ഒരു പ്രാവശ്യം. അങ്ങനെ പറ്റിപ്പോയി. അപ്പൊ പലപ്പോഴും തുറന്നു പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കെല്ലാം എല്ലാവരും തുറന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ എല്ലാം മൂളിയിരുന്ന് കേട്ടോളും, നമ്മൾ പറയണ മൊത്തം കാര്യങ്ങൾ കേട്ടോളും. ഇവരാണ് എന്റർടൈൻമെന്റ്, കളിക്കൂട്ടുകാരൻ. പേരെന്താന്ന് പറഞ്ഞെടുത്ത്? ആദം രതീഷ്. പിന്നെ ഏറ്റവും ഇഷ്ടം ഈ കാറുകൾ ഇല്ലേ, കുറേ കാറുണ്ട് കേട്ടോ, പല പല മോഡൽസ്. ഇതിനൊക്കെ പേരെല്ലാം അറിയാം. കാറുകൾ വെച്ച് കളിക്കുക. അപ്പൊ എന്നെ പഠിപ്പിച്ചു തരും, ഇത് ഇന്ന കാറാ ഇന്ന കാറാ ഇന്ന കാറാ. ഈ കയ്യിലുണ്ടല്ലോ 2 കാറ്, ഒന്ന് ജീപ്പാ അല്ലേ? ഏതൊക്കെയാ വണ്ടി? വണ്ടിയുടെ പേര് പറഞ്ഞു കൊടുത്തേ. ഈ വണ്ടിയുടെ പേരെന്താ? ഇതിന്റെ പേരെന്താ? ഒച്ച പറഞ്ഞു കൊടുക്ക്. ഒച്ചത്തില് പറ. ഡിഫൻഡറാ? ഇതെന്താണ്? പോലീസ് കാർ. ഡിഫൻഡറിന്റെ ട്രെക്കിങ്ങിനൊക്കെ പോന്നെയാ? പറയാ, എനിക്ക് അറിയില്ല. അതാ ട്രെക്കിങ്ങിന് പോണതാണോന്ന്? അല്ല. പിന്നെ അതേതാ വണ്ടി പോകുന്നത്? ഏതൊക്കെ കാറാ മോന്റെ കയ്യിലുള്ളത്? അത് പേര് പറഞ്ഞു കൊടുത്തേ. ഇവനാണോ കൂടെ കളിക്കുന്നത്? ഇവൻ ഇപ്പൊ ഭയങ്കര സൈലന്റ് ആണല്ലോ. ഇവന്റെ കൂടെ ഞാൻ ഈ കാറൊക്കെ ഉരുട്ടി പോകും. ഞങ്ങൾ രണ്ടുപേരും കൂടെ കാർ ഉരുട്ടി കളിക്കും. അപ്പൊ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ്. കാരണം അവൻ എന്തെങ്കിലുമൊക്കെ പറയും, ഞാൻ എന്തെങ്കിലും, ഞാൻ പറയണൊക്കെ കേട്ടോളൂല്ലോ. ഇങ്ങോട്ട് മറുത്ത് ചീത്ത പറയും. മോൻ എത്രയിലാ പഠിക്കുന്നേ? UKG. ഞാനും UKG. നമ്മൾ കുട്ടികളെ വെച്ച് കളിക്കുമ്പോ ഭയങ്കര ചെറുപ്പാവുമല്ലോ. അതല്ല, മനസ്സുകൊണ്ടായാലും. മനസ്സുകൊണ്ട് ഞാനിപ്പോഴും ചെറുപ്പമാണ്. അതെ അതെ, മനസ്സുകൊണ്ട് ചെറുപ്പമായ കാര്യം പറയുകയാണെങ്കിൽ, അല്ല, നമ്മള് വയസ്സായി എന്ന് വിചാരിക്കുന്നത് നമ്മളുടെ മനസ്സാണ്. നമ്മൾ സ്വയം വിചാരിക്കുക നമ്മൾ പ്രായമായി. പണ്ട് ഓർമ്മയുണ്ടോ, ആ മക്കളൊക്കെ 10ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ അമ്മമാര് സ്വന്തമായിട്ട് വിചാരിക്കും, അവള് 10ാം ക്ലാസ് ആയി, ഇനി അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, അവളെ കല്യാണം കഴിച്ചു വിടണം എന്ന് പറഞ്ഞാൽ അവര് സ്വയം ഒരു പ്രാരാബ്ധം ഏറ്റെടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇപ്പം മക്കള് എത്ര വലുതായാലും അമ്മമാർക്ക് അതേപോലെ അമ്മമാര് ചെറുപ്പായിക്കൊണ്ടിരിക്കുക. അതെ അതെ, ശരിയാ. ഇപ്പൊ എന്താ പറയാ, സന്തൂർ മമ്മിമാരുടെ ഒരു കാലം. കാരണം വെച്ചാൽ അവർക്കറിയാം, കുട്ടികളുടേതായ കാര്യങ്ങളിലേക്ക് പോകും, നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ. പക്ഷെ മറ്റേത് അതല്ല, പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും രണ്ടു കൂട്ടരും കൂടെ സഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ സ്വയം തീരുമാനിക്കുക. അതുകൊണ്ടാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമാണ് ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ്. എന്താണെന്നറിയോ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കടമുള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എനിക്കുണ്ട്, ഒരുപാട് സങ്കടങ്ങളുള്ള ആളാണ്, ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എപ്പോഴും ആ വിഷമം എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൊ എനിക്കിങ്ങനെ നല്ല അടിപൊളി പാട്ടുകൾ കേൾക്കുക, ചിരിക്കുക, അതൊക്കെ എനിക്കിഷ്ടമുള്ളൂ. അപ്പൊ നല്ല നല്ല പാട്ടുകൾ ഞാൻ എടുത്തിടും. നല്ല നല്ല പാട്ടുകളുടെ പറഞ്ഞപ്പോഴും ഞാനേ അതില് വരുന്ന നമ്മുടെ കമന്റുകൾ ഉണ്ടല്ലോ, അത് ഭയങ്കര വിചിത്രം. ഞാൻ ഏത് ഭാഷ പഠിക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഭാഷ പഠിക്കണേ അത് കറക്റ്റ് അറിയാവുന്നവർക്ക് അറിയാം അതിൽ എന്താ എഴുതിയിരിക്കുന്നെന്നുള്ളത്. ഞാൻ അംബികാമ്മക്ക് അത് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ പലരും വിചാരിക്കുന്ന അത് ഫുള്ള് വൃത്തികേട് അല്ല. വൃത്തികേടല്ല, ഞാൻ. പക്ഷെ അത് ശരിക്കും അതിനടിയിൽ അവർ പറയുന്നുണ്ട്, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ഞാൻ ഒരുപാട് കമന്റുകൾ, ഇത് ഏത് കോഴ്സാണ്, ഇത് പഠിക്കാനായിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ എന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന പാട്ടുകള്, എമിനിയുടെ ആണെങ്കിലും ജെയുടെ ആണെങ്കിലും അങ്ങനെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഞാനത് നോക്കിയിട്ട് അവരുടെ നല്ല പാട്ടുകളൊക്കെ വരുമ്പോ ഞാൻ ഇതിട്ടേക്കാം എന്നൊക്കെ ഇങ്ങനെ തോന്നി. ഇപ്പൊ ഞാനിതാ ഇതില് ഞാൻ ഒന്ന് രണ്ട് ജസ്റ്റ് അതെന്താ ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത്, എന്താണെന്ന് അറിയില്ല. ആൾക്കാര് തന്നെ പലരും ചോദിക്കുന്നുണ്ട്,
പിന്നെ എന്താ അതിലധികം പറഞ്ഞേക്കുന്നത് ബാഡി ബാഡി എന്നാ പറഞ്ഞേക്കുന്നത്. അമ്പാടി. അത് അമ്പാടി എന്നൊരു വിളിപ്പേരുണ്ട്. അത് എന്താ ശരിക്കും അതിന്റെ റീസൺ? എനിക്കറിയില്ല, അവര് ഇട്ട പേരാണ് അമ്പാടിന്ന്. അമ്പാടി പിന്നെ അമ്പാടി കണ്ണൻ നല്ല നല്ല പേരാണ്. പക്ഷെ അത് എന്താണ് അതിന്റെ പിന്നില്? അത് അവർക്ക് തന്നെ അറിയുള്ളൂ. അവര് സ്നേഹത്തോടു കൂടി പറയുന്നതായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ ഈ കമന്റുകൾ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര വിചിത്രമായിട്ടുള്ള കമന്റുകൾ. ഒരു സെലിബ്രിറ്റീസിന്റെയും കമന്റ് സെക്ഷനിൽ ഞാൻ ഇങ്ങനെ കമന്റുകൾ കണ്ടിട്ടില്ല. പക്ഷെ അംബികാമി ഒരിക്കൽ പോലും അതിനൊരു റിപ്ലൈ കൊടുക്കുന്നില്ല. ഞാൻ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇടുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിടുന്നു. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ അതിന് ഓപ്പോസിറ്റ് പറയാൻ നിന്ന് അത് തിരിച്ചിങ്ങോട്ട് അതുകൊണ്ട് കാര്യമില്ല. ഞാൻ എൻ്റെ സന്തോഷമാണ് ഞാൻ അതിലിടുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ആർക്കൊരു ദോഷത്തിനോ ആർക്കൊരു ദേഷ്യത്തിനോ അല്ല. എൻ്റെ എല്ലാ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചത് ഞാൻ ഇതുവരെ ഒരു എക്സ്പോസിംഗ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ആ പാട്ടുകളുടെ മീനിങ് എടുത്താലും ആ പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും നല്ല പാട്ടുകളുമാണ്, അതാണ് ഞാൻ ഇടുന്നുള്ളൂ. അപ്പൊ ആ പാട്ടിന്റെ മീനിങ് ആണോ ആൾക്കാർ കമന്റ്? ഇല്ല, അതിലും ഇല്ല. അതും ഓരോന്നും ഞാൻ നോക്കി നോക്കി ഇടുന്നു. അല്ല, ആൾക്കാർ കമന്റ് ഇടുന്ന മീനിങ് അത് ചിലപ്പോ അങ്ങനത്തെ പാട്ടുകള് എന്നെ, അതായത് ഒരു ഏജുള്ള അവര് അതായിരിക്കും വിചാരിക്കുന്നു, എനിക്കറിയില്ല. പിന്നെ എല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ എല്ലാരും ഒരാൾ നെഗറ്റീവായിട്ട് തെറി പറയോ അങ്ങനെയൊന്നും ഇല്ല. കമന്റുകൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിപ്പോഴത്തെ എനിക്ക് ഞാൻ വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. കറക്റ്റ് അങ്ങനെ അതറിയില്ല. പക്ഷെ എനിക്ക് എന്റെ സന്തോഷമാണ്. ഒരു സാരി ഉടുത്ത ഫോട്ടോക്കെ നമ്മളൊരു പഴയ പാട്ടൊക്കെ അല്ലേ ഇടുക. പക്ഷെ ഈ പാട്ടുകൾ വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകൾ അതിൽ നോക്കിയറിയാൻ നരച്ച മുടിയുള്ളൊരു സെറ്റ് മുടി എടുത്താറുണ്ട്. അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പാട്ട് വേറെയാണ്. പാട്ടേ സെലക്ട് ചെയ്യുന്ന ഒരു പാട്ടില്ലേ, അതെങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ? അത് ഞാനത് കേൾക്കും, കുറെ പ്രാവശ്യം കേട്ട് എനിക്ക് ആ പാട്ടൊരു ഇഷ്ടമായി. ഞാനിങ്ങനെ എനിക്കത് കിട്ടുന്ന പോലെ തോന്നുമല്ലോ നമ്മുടെ മനസ്സിൽ. പിന്നെ കുറെ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ ആ പാട്ട് നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഞാൻ ആ പാട്ട് അങ്ങ് ഇടും. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വിചാരം കുറച്ചു പേർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും. ഫോട്ടോ ഒരു നാടൻ ഫോട്ടോ ആണെങ്കിലും അതിൽ ചിലപ്പോ ശ്രീരാഗം ആ പാട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷെ അതല്ല ഇടുക. അല്ല, അപ്പൊ എനിക്ക് ആ പാട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനെ പാട്ടുകൾ ഇരുന്ന് കേൾക്കോട്ടെ, ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കും. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം പോയി പിന്നെ നമ്മളൊരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ പാട്ട് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ എടുത്തിടും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേറെ ഒരു ഇൻസ്റ്റാഗ്രാം ഭയങ്കര എന്ന് വെച്ചാൽ അമ്മവേഷം ചെയ്യുന്നവരും ഒന്നും ഇത്രയും ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം ഇത്രത്തോളം ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. കാരണം മില്യൺ വ്യൂസ് ഒക്കെയാണ് ഓരോന്ന് ഇടുമ്പോഴേ. അപ്പൊ ആൾക്കാർ അത്രയധികം കാണുന്നുണ്ട്. 4.1 ഒക്കെ ഉണ്ട്. അതെ. അപ്പം കൊച്ചുമകനാണ് ഇൻസ്റ്റാഗ്രാം എല്ലാം കൈകാര്യം ചെയ്യുന്നത്? അല്ല, ഞാൻ തന്നെ. അവൻ ആദ്യ സമയത്ത് എനിക്കിത് റെഡിയാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ തന്നെയാണ് പാട്ടുകളൊക്കെ ഇടുന്നത്. അവൻ ഇവിടെയല്ല പഠിക്കുന്നത്, ബാംഗ്ലൂരാണ്. അപ്പൊ അവിടെയാണ്. കൊച്ചുമകനോട് ചോദിക്കോ? ഇല്ല, പാട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. അവൻ അവിടെ കോളേജിൽ പഠിക്കുന്നത്. ആദ്യം അവനാണോ എല്ലാം ചെയ്തത്? ആദ്യ സമയത്ത് അവനുണ്ടായിരുന്നു. അപ്പൊ അവനിലൂടെയാണ് ഞാൻ ഈ പാട്ടിലേക്ക് വന്നത്. കാരണം അവൻ ഇങ്ങനെ ഒരു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ നല്ല സൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അടുക്കള നിൽക്കുമ്പോൾ ഹായ് പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് വരും. അപ്പൊ ഞാൻ പറയും പെട്ടെന്ന് കേൾക്കട്ടെ എന്ന് കേൾക്കും. അങ്ങനെയാണ് ആ പാട്ടിൽ ഇൻട്രസ്റ്റ് ആയത് എനിക്ക്. റാപ്പ് സോങ് ഒക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. ഏതാണ് ഇഷ്ടം ഏറ്റവും? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഓരോ പാട്ടുകൾ ഞാനതിൽ ഇടാറില്ലേ, ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പാട്ടുകളാണ്. ഇപ്പൊ ഞാൻ ജെയുടെയും കൂടെ ഇടാറുണ്ട്, നോക്കാറുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. പാട്ടുകൾ ആരുടെ ഇഷ്ടപ്പെട്ടാലും, അതിപ്പം മലയാളത്തിലാണേലും അടിപൊളി പാട്ടുകൾ വന്നാൽ ഞാൻ അതും ഇടാറുണ്ട്. അടിപൊളി പാട്ടുകളാണ് ഇഷ്ടം എനിക്ക്. അതാണ് എന്താന്ന് എനിക്ക് ഭയങ്കര കിടുകിടു എന്നുള്ള പാട്ട്. ഞാനിപ്പോ ലൊക്കേഷനിൽ എന്നെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കറിയാം. കൂടുതലും ഞാൻ ലൊക്കേഷനിൽ എല്ലാവരും നല്ല ട്യൂണായിട്ട് പാടുമ്പോൾ എനിക്കങ്ങനെ അല്ല, ഞാൻ അങ്ങനെ കിടുകിടുന്ന് പാടി പോകുമ്പോൾ എല്ലാവരും എന്നോട് എന്തോ പാടി പോകുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് പോകാറ്. ഒരു പാട്ട് നമുക്ക് പാടിത്തരുമോ? അയ്യോ, അങ്ങനെ പാടാൻ അറിയാം. കവിത എഴുതാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒരു രണ്ടു വരി? അല്ല, അത് കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ ഞാൻ ഉടനെ അത് എഴുതി വെക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ എഴുതി പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ? പബ്ലിഷ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ സന്തോഷത്തിന് എഴുതുന്നു. ആ പാട്ടിപ്പോ വന്നതാ കണ്ട തെറ്റിസാരി എടുത്തിട്ട് ഭയങ്കര സത്യം പറഞ്ഞ രസം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ഓർത്ത് നോക്കുക, അതില് ഡ്രസ്സിങ് മൊത്തം നോക്കുക. ഈ സെറ്റ് ആകെ അതിലാ ഓണത്തിന്റെ മാത്രമാണ് ആ ഒരു ചിങ്ങപ്പുലരിയുടെ ഇട്ടത്. ബാക്കിയൊക്കെ ഭയങ്കര വെറൈറ്റി ആണ്. രസമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നോണ്ടാണ് ആൾക്കാർ അത് നോട്ടീസ് ചെയ്യുന്നത്. എല്ലാരെയും പോലെ ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പോ ഇങ്ങനെ ആവില്ല. അത് സത്യമല്ലേ. കാരണം ഞാൻ ആരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എന്നെ പോലെ എന്നെ ആവാനേ ആഗ്രഹിക്കുന്നുള്ളൂ.
എന്റെ സന്തോഷം, എനിക്കെന്താണ് സന്തോഷം അത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരോടും ഒരു എന്താ പറയാ ഒരു കമന്റ് എന്തെങ്കിലും ഇടുവാണെങ്കിലും അങ്ങ് റിപ്ലൈ പോലും ദേഷ്യം പിടിച്ചിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അത് അവരുടെ ഇഷ്ടങ്ങൾ, ഞാൻ എന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇത്രയും കാലം സിനിമാ മേഖല നിന്നിട്ട് ഇതുവരെ എന്താ പറയാ ഒരു ഗോസിപ്പോ അങ്ങനെ ഒന്നും കേൾപ്പിക്കാത്ത ഒരാളാണ്. സഹായത്താല് ഇതുവരെ അങ്ങനെ ഒന്നും വന്നില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. പിന്നെ ഞാനും ആർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനോ ഒന്നിനും പോകുന്നില്ല. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം തീർച്ചയായും ഈ കാണുന്ന ഇപ്പം നമ്മളുടെ ഈ പ്രോഗ്രാമും കാണുന്ന പ്രേക്ഷകരാണ് നമ്മളെ വളർത്തി വലുതാക്കുന്നത്. അല്ല നമുക്കൊരിക്കലും സ്വന്തമായിട്ടൊന്നും വലുതാവാൻ പറ്റത്തില്ല. അപ്പം അത് അവർ തരുന്നൊരു മഹാഭാഗ്യമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്. അപ്പം ശരിക്കും ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഈ കള്ളം പറഞ്ഞിട്ട് മുങ്ങുക അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ കേട്ടതാണ്. അത് ഉണ്ടായിട്ട് ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ, ഒരു പ്രാവശ്യം അത് അങ്ങനെ പറ്റിപ്പോയി. അത് ഏതായാലും അത് കേൾക്കാത്ത പ്രേക്ഷകരോടൊന്ന് പറയോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെ റെപ്കോ വെളിച്ചെണ്ണയുടെ പരസ്യം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ അഡ്വാൻസ് ഒക്കെ വാങ്ങി വെച്ചു. എന്നിട്ട് ആ പരസ്യത്തിന് പോകേണ്ട സമയത്ത് അമ്പിളിച്ചേട്ടനൊക്കെ ഉള്ളൊരു വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം അമ്പിളിച്ചേട്ടൻ അവിടെ ഇല്ല. അപ്പം എനിക്ക് ഈ വർക്കിന് പോവുകയും ചെയ്യണം. അപ്പം ഞാൻ ഡയറക്ടറോട് പോയിട്ട് ഇങ്ങനെ നാളെ എനിക്ക് ലീവ് കിട്ടുമെന്ന് അസോസിയേറ്റിനോടൊക്കെ ചോദിച്ചപ്പം ഇല്ലില്ല ചേച്ചി മറ്റന്നാൾ രാവിലെ വർക്ക് തുടങ്ങും, പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം അമ്പിളിച്ചേട്ടൻ ചോദിച്ചു എന്ത്? ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ അമ്മൂമ്മ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ, അത് അത്യാസന്ന നിലയിലാണ്, അവസാനമായിട്ട് എന്നെ ഒന്ന് കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ പിന്നെ അന്ന് പോയി കാണും, നാളെ ഞാനില്ലല്ലോ. പിന്നെ ഡയറക്ടർക്ക് പറയുന്നത് പോകണ്ട പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറയാമല്ലോ, കാരണം എന്താ നിങ്ങളുടെ അമ്മൂമ്മ നിങ്ങളെ എന്നെ വളർത്തി വലുതാക്കിയത് അമ്മൂമ്മ, പിന്നെ നിങ്ങളെ വളർത്തി വലുതാക്കിയത് നിങ്ങളുടെ അമ്മൂമ്മേനെ കാണാൻ നിങ്ങൾ പോകണ്ടേ? അപ്പം അവരെന്തോ വളർത്തി വലുതാക്കിയ അമ്മൂമ്മയാണ്, ആ അവസാനമായിട്ട് ഒന്ന് കാണാനാന്ന് പറയുന്നത്. വെന്റിലേറ്ററിൽ എവിടെ കിടക്കുക, അവർ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പോയി. പക്ഷെ ഞാൻ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ അവിടെ രാവിലെ 6 മണിക്ക് എത്തും. അത് ഷൂട്ട് മറ്റേ ഇവിടെ നമ്മുടെ വാഗമൺ. അപ്പം ഞാനിവിടെ വന്ന് ഞാൻ ഷൂട്ടിങ്ങിനായിട്ടേ ബാഗൊക്കെ തൂക്കി കറക്റ്റ് 7 മണിയായപ്പോഴേക്കും ചാടി പിടിച്ച് വരുമ്പോൾ ഫ്രണ്ടിൽ ചാരി കസേരയിൽ അമ്പിളിച്ചേട്ടൻ ഇരിക്കണു. അപ്പം ഞാൻ വെച്ച് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ വേറെ ഷൂട്ട് നടക്കുന്നുണ്ടോ? എനിക്ക് ടെൻഷൻ അടിച്ചിട്ടേ ഞാൻ എൻ്റെ കൺട്രോളോട് എന്താ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരാണ് ഭാര്യയും ഭർത്താവായിട്ട് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ അതിനുള്ളിൽ കയറിയിട്ട് വർക്ക് ചെയ്യും? ടെൻഷനായിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് കയറി ചെന്നപ്പോൾ ഞാൻ ചേട്ടനെ ഇങ്ങനെ നോക്കിയപ്പോൾ ചേട്ടനാണെങ്കിൽ ഒരു മൈൻഡും ഇല്ല നമ്മളെ. അപ്പം ഞാൻ വേഗം കയറി പോയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യാൻ ചേട്ടൻ മറന്നു പോയിട്ടുണ്ടാവും മറ്റേ കാര്യമൊക്കെ. അങ്ങനെ ഷൂട്ടൊക്കെ നന്നെല്ലാം കഴിഞ്ഞു. പോകാൻ നേരത്ത് ഞാൻ വെറുതെ പറഞ്ഞു ചേട്ടാ വേറെ അവിടെ ചെന്ന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയും. എന്ത് അങ്ങ് പോയപ്പോൾ ഞാൻ വെച്ചു നടക്കും ഓർമ്മയുണ്ട് ഇല്ലാന്ന്. പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ അമ്മൂമ്മ ഇപ്പം അംബികയുടെ അമ്മൂമ്മ ഭയങ്കര സീരിയസ് ആണ്. റെപ്കോ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇപ്പൊ കുളിച്ചവരിങ്ങനെ അപ്പോഴേക്കും അവിടെ എല്ലാവരും അറിഞ്ഞു റെപ്കോയുടെ ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും അന്വേഷിക്കുമല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മൂമ്മയ്ക്ക്? അമ്മ കുടിക്കാനും റെപ്കോയാണ് കുടിക്കുന്നത്. ഈ വെളിച്ചെണ്ണ കഥ പറഞ്ഞ് അവസാനം മൊത്തം അറിഞ്ഞ്. അന്ന് എന്നോട് ഡയറക്ടറൊക്കെ പറഞ്ഞു, കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പം സത്യം പറഞ്ഞിട്ട് പോകണം, ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ പോരുത്, എങ്ങനെയായാലും കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സോറി പറഞ്ഞോളൂ, ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ അഡ്വാൻസ് വാങ്ങുകയും ചെയ്ത് അല്ല അങ്ങനെ നമുക്ക് അന്നേരം ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പേടിച്ചിട്ട് പറഞ്ഞില്ല. നമ്മൾ ആ സമയങ്ങളാകുമ്പോൾ നമുക്ക് പേടിയാണല്ലോ, എന്നോട് പറഞ്ഞു പോയാലും തിരിച്ചെത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷം എനിക്കുണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഫോൺ വരുമല്ലോ, ഹലോ എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറയും. കാരണം എന്ന് വെച്ചാൽ അതും എനിക്കൊരിക്കൽ പറ്റി. ഞാൻ ഇതുപോലെ തന്നെ ജെയ്സൺ മരിച്ചു പോയതാണ്. അപ്പം ഞാൻ ജെയ്സൻ്റെ ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വരുന്ന സമയത്ത് ഞാൻ എത്തിയിട്ടില്ല, ചാലക്കുടിയിൽ നിന്ന് വരുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ സിഗ്നലിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ എത്തി, ജെയ്സൻ്റെ വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട്, അതെനിക്കറിയില്ല. അപ്പം ജെയ്സൺ എനിക്ക് ഫോൺ ചെയ്യാണ്. അപ്പം ഞാൻ ലൊക്കേഷനിലെത്തി ജെയ്സൺ ഇപ്പുറത്ത് കിടന്നിട്ട് കണ്ടോണ്ടിരിക്കുക, ഞാനിപ്പുറത്ത് ലൊക്കേഷനിൽ. അപ്പം കയറിയോ ലൊക്കേഷനിലേക്ക്? ഞാൻ പറഞ്ഞു കയറാൻ പോണു സിഗ്നൽ ഇട്ടോട്ട് ഞാൻ ഓടിപ്പോയി. അപ്പം ജെയ്സൺ അത് കഴിഞ്ഞപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു നോക്കിയേ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജെയ്സൺ സോറി പറയരുത്. അതിപ്പോ എല്ലാരും ചെറിയ ചെറിയ കള്ളത്തരം. അതുകൊണ്ട് ഞാനിപ്പോ കറക്റ്റ് അങ്ങ് പറഞ്ഞേക്കും ഇന്ന സ്ഥലത്തത്. കാരണം ഇവിടെ എവിടെയെങ്കിലും നിന്ന് വിളിച്ചിട്ടും ചിലപ്പോൾ നമ്മളെ കാണുമ്പോഴേക്കും എവിടെയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നുണ പറയുമ്പോഴേക്കും ബാക്കിലാണ്. ഇപ്പൊ ഫോണും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മള് കള്ളത്തരം പറഞ്ഞാൽ അവര് ചിലപ്പോ കാണുന്നില്ല, അവര് ചിലപ്പോ നമ്മളെ കണ്ടോണ്ടായിരിക്കും വിളിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം പിന്നെ ഞാൻ നിർത്തിയത്.
നടക്കത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇത് എന്തെങ്കിലും സങ്കടപ്പെടുത്തുന്ന അങ്ങനെ അനുഭവം ഇല്ലെന്ന് പറഞ്ഞു. വേറെ നർമ്മമുള്ള എന്തെങ്കിലും അല്ല, സങ്കടപ്പെടുത്തുന്നൊന്നും എനിക്ക് അധികം ലൈഫിൽ ഓർത്ത് വെക്കുന്ന വേറെ സങ്കടപ്പെടുത്തുന്ന പറഞ്ഞാൽ അങ്ങനെ അധികമായിട്ടൊന്നും സങ്കടപ്പെടുത്തുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പൊ പലരും പറയും പോലെ പടങ്ങൾ വന്നിട്ട് നമുക്കത് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ല. അപ്പൊ എങ്കിൽ നമുക്ക് അടുത്തത് ദൈവം തരും അങ്ങനെ വിചാരിച്ചിട്ട് മാറി പോയത് ചിലപ്പോൾ മറ്റൊന്ന് കിട്ടാനായിരിക്കും. പിന്നെ അതുമല്ല അത് അടുത്ത് ഇപ്പൊ എല്ലാം നമുക്ക് തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെ വിചാരിച്ചു. നല്ല ഈശ്വര വിശ്വാസമൊക്കെ ദൈവത്തിന്റെ ഇത് മാത്രം കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ഏറ്റവും ഇഷ്ടം എവിടെ ഏത് അമ്പലത്തിലാ പോവാ എപ്പോഴും സമയം കിട്ടിയ? ഗുരുവായൂരപ്പൻ കൃഷ്ണൻ. ഗുരുവായൂരപ്പൻ കൃഷ്ണ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അതെനിക്ക് പല രീതിയിലും കൃഷ്ണൻ എന്നെ രക്ഷിച്ചിട്ടുള്ള. എനിക്കൊരു സങ്കടം വന്ന് ഭയങ്കര സങ്കടം വന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ആ ഒരു ഇത് പിടിച്ച് കരയുമ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാനായിട്ട് തുറന്നു പറയാൻ ഒരാൾ വേണം. അപ്പൊ പലപ്പോഴും തുറന്നു പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കെല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ എല്ലാം മൂളിയിരുന്ന് കേട്ടോളും. നമ്മൾ പറയണ മൊത്തം കാര്യങ്ങളും കേട്ടോളും. ആരോടും പോയി പറയത്തില്ല. പിന്നെ നമുക്കൊരു ആശ്വാസമായി നമ്മൾ പറഞ്ഞു കഴിക്കുമ്പോൾ ഒരു സമാധാനം. ഒരാളെ പോലെ തന്നെ നമുക്ക് പറയാം. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരാള് ഇരിക്കുന്ന പോലെ തന്നെ. കൃഷ്ണന്റെ വിഗ്രഹം അതെ, ഞാൻ എപ്പോഴും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഒരുക്കിയിരുത്തും. കണ്ടോ നല്ല പച്ച അത് ഓരോ സമയത്ത് ഓരോ കളറൊക്കെ ഇടിപ്പിച്ചിട്ട്. അപ്പം ഏറ്റവും കൂടുതൽ കർമ്മയിലൊക്കെ അതുപോലെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ച്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ച് കിട്ടും. നമുക്ക് ഏതെങ്കിലും വഴി കൂടെ നമുക്ക് വരും. നമ്മൾ അതേസമയം നേരെ ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടുപോകും. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ അതാണ്. കാരണം ഞാൻ സാധാരണ ഒരാളായി സാധാരണ ഒരു വീട്ടമ്മയെന്ന് ഞാൻ ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങൾ കാണാൻ, എത്രയോ രാജ്യങ്ങൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇതെല്ലാം ഈശ്വര അനുഗ്രഹത്തെ കിട്ടിയതാണ്. അല്ലാതെ ഒന്നും എനിക്ക് വേറെ വഴിയെ വന്നതല്ല. ഒരാൾ പോലും എന്നെ കൊണ്ടുപോയി കാണിച്ചതല്ല. എല്ലാം ഈ സിനിമ എന്ന് പറഞ്ഞ് ഇതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച് അവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റിയ സംഭവങ്ങൾ എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം. അപ്പം അതുകൊണ്ട് തന്നെ എന്നും ഗുരുവായൂരാണ് പോവാ, അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ പോലും നമ്മളിപ്പോ വഴിക്കൊക്കെ ഒരു അമ്പലങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ ലൊക്കേഷൻ്റെ അടുത്ത് അമ്പലം ഉണ്ടെങ്കിൽ അവിടെയും ഞാൻ പോകും. എല്ലാ ദൈവവും ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും വിളിക്കുമ്പോൾ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നു. ഈ നല്ലൊരു കുക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുക്കറി ഷോയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. നല്ലൊരു കുക്കാണ്. ലൊക്കേഷനിലേക്ക് സമയത്തുണ്ടല്ലോ മോളെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എന്നിട്ട് അവരത് കഴിച്ചിട്ട് നല്ലതാന്ന് പറയുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല. കാരണം കുട്ടികളൊക്കെ പല സ്ഥലത്ത് ഇപ്പം ഒരാൾ ദീപാവലിക്കായിരിക്കും ബാംഗ്ലൂരുള്ള ആൾക്ക് അവധി. അപ്പം മറ്റേയാളല്ലാത്ത സമയം വരും. അപ്പം അങ്ങനെ വരുമ്പം അവർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞാൻ തന്നെയാകുമ്പോൾ ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല. എന്തെങ്കിലും വെജിറ്റേറിയൻ ആണോ ഇഷ്ടം? അങ്ങനെ വെജും നോണും കഴിക്കും, എല്ലാം കഴിക്കും. നല്ല ചിക്കൻ കറി ഉണ്ടാക്കുന്ന ശ്രീനിവാസൻ ചേട്ടനൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അത് ഞങ്ങൾ ഓർഡിനറിയുടെ സെറ്റില്. ആ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ? അത് മസാലയൊന്നും ഇല്ലാത്തൊരു ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് കഴുകി വെക്കുക, അത് എന്നിട്ട് ഉണ്ടാക്കി കൊടുത്തു ഞാൻ അവിടെ. അതൊക്കെ ആര് പറഞ്ഞു? അത് പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞായിരുന്നു. അതെങ്ങനെയാണെന്ന് നല്ല അത് വെറും ചിക്കൻ, കൊല്ലമുളക് എന്ന് പറയില്ല, നമ്മളെ വലിയ മുളക്, ചുവന്ന മുളക്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ഉള്ളി, കറിവേപ്പില, വേറെ സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ നല്ലത്. അത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കൊല്ലമുളകിട്ട് അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് ഇതൊന്ന് ഇതായി വരുമ്പോൾ ചുമന്ന മുളക്, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, എല്ലാം ചെറിയ ഉള്ളി ആയിരിക്കണം. അതൊരു കപ്പ് വേണം. അതും കൂടി ഇട്ട് അത് നന്നായിട്ട് ഒന്ന് അഴറ്റി വരുമ്പോൾ ഈ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിന്. ആ കുരുമുളക് പൊടിക്ക് ഒരു മണമുണ്ട്. ഈ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കും. ആവിയിലാണ് ഇത് വേവേണ്ടത്. സിമ്മിലിട്ട് വെച്ചിട്ട് ഈ ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഈ ആവിയുടെ വെള്ളത്തിൻ്റെ ആവി ഉണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ചിട്ട് ആ വെള്ളം കൊണ്ട് ആവി കൊണ്ട് ഇത് വെന്ത് തിരിച്ച് മറിച്ചിട്ട് ഒരുവിധം ഡ്രൈ ആയി വരുമ്പോൾ മേളിൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഒരു മണം വരും, ഭയങ്കര മണമാണ്. എന്നിട്ട് ഇത് വാഴയില അങ്ങോട്ട് നിർത്തിയിട്ടിട്ട് അതിലേക്ക് തട്ടിയിടണം. എന്നിട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് വാഴയില വെച്ച് നന്നായി കൂട്ടിപ്പൊതിഞ്ഞ് വീണ്ടും ആ ചട്ടിയിൽ വെച്ചിട്ട് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്നും വേവിച്ചെടുത്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആ വാഴയില ഇങ്ങനെ തുറന്നിട്ട് അത് തന്നെ കഴിക്കാൻ. അതുപോലെ ചൂട് ചോറ് അതിൻ്റെ ഇലയിൽ ഇങ്ങനെ സൈഡിൽ ഉരുട്ടി കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കും. അല്ല ഒരു പപ്പടം,
അഭികാമയുടെ കയ്യിൽ നിന്ന് അത് കഴിക്കാൻ തോന്നുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കി തരുന്നത്. എനിക്ക് ആരെങ്കിലും ഫുഡൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഉണ്ടാക്കാൻ ഇഷ്ടം. ഇല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടുണ്ട് എന്നിട്ട് അത് ഉണ്ടാക്കി കൊടുത്തപ്പോ ശ്രീനിവാസൻ ചേട്ടനൊക്കെ എന്താ പറഞ്ഞത്? എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് അന്ന് ചാക്കോച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഉണ്ടാക്കിയിട്ട് എല്ലാരും നല്ലതാന്ന് പറയുമ്പോ നമുക്കൊരു അന്ന് ഏറ്റവും അവര് നല്ലതെന്ന് പറഞ്ഞാൽ അവര് ഇലയിലൊക്കെ ഈ മസാല ഇലയുടെ ആ ഒരു സ്മെല്ലും ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഇതിന് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഇറച്ചി മസാല ഒന്നും ഇടുന്നില്ല. അപ്പൊ അത് ഭയങ്കര ഇതല്ലേ, അതിങ്ങനെ അല്ല ഒരു മഞ്ഞ കളർ പോലെ. പക്ഷെ ആർക്കും കഴിക്കാം. കുരുമുളക് പൊടി കേടില്ലാത്തതാണ്, അതുപോലെ ചെറിയുള്ളി കേടില്ലാത്തതാണ്, കൊല്ലമുളക് കറിവേപ്പില ഒക്കെ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ മസാലപ്പൊടികൾ. അങ്ങനെ മസാല ഇടാത്തത് നമ്മൾ ലാലേട്ടന്റെ റെസിപ്പിയെ കണ്ടിട്ടുള്ളൂ. ഇത് മസാല ഇല്ലാത്തത്. ഇത് ഞാൻ ഓർഡിനറിയിലാണ് ഉണ്ടാക്കിയത്. ഓർഡിനറിയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാരും കഴിച്ചു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ പറുദീസ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴാണ് ശ്രീനേട്ടൻ ഈ സംഭവം. അപ്പൊ ശ്രീനേട്ടൻ പറഞ്ഞു, എന്നാ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ശ്രീനേട്ടൻ നല്ല പനിയായിട്ടിരിക്കുന്ന സമയം ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇത് ശ്രീനേട്ടൻ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ അതും ഭയങ്കര ചർച്ചയായിരുന്നു. കുക്കും നല്ലൊരു കുക്ക് കൂടിയാണ്. അതുകൊണ്ടാണ് കുക്കറി ഷോയിലൊക്കെ കൈരളി ടിവിയിലല്ലേ, സൂര്യൽ. അപ്പൊ അങ്ങനെ ഒരുപാട് സീരിയലുകളിലൊക്കെ അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? ഓർത്ത് വെക്കുന്ന ഒരുപാട് അവാർഡുകൾ കുറെ മൊമെന്റോസ് ഒക്കെ റൂം നിറയെ ഉണ്ട്. ഇവിടെയും ചാലക്കുടി അവാർഡിൽ ഏറ്റവും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നതാണ് ഫിലിം ഓഡിയൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് നമുക്ക് ആദ്യമായിട്ട് കസ്തൂരിമാൻ കിട്ടുന്നതാണ്. അപ്പം ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഭയങ്കര തയ്യാറെടുപ്പോടുകൂടി നമുക്ക് ആദ്യമായിട്ട് മക്കളെയൊക്കെ കൂട്ടിയൊക്കെ പോയി അവിടെ ചെന്ന് കമൽ സാറ് എല്ലാവരും ഇരിക്കുന്ന സമയം എല്ലാവരും ഇരിക്കുകയാണ്. അന്ന് ഏറ്റവും നല്ല നടനായിട്ട് ലാലും കാവ്യ നടി അമ്പിളിച്ചേട്ടൻ സഹനടൻ, ആ സഹനടിയാണ് ഞാൻ. അപ്പം നമുക്ക് ഭയങ്കര ഒരു അഭിമാനത്തോടു കൂടി കയറി ചെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറയണം എന്നൊക്കെ വിചാരിച്ചു. അവിടെ ചെന്ന് ഇത് വാങ്ങുമ്പോൾ ഒരു വാക്കുമില്ല, സംസാരിക്കാൻ പോലും അറിയാണ്ട് സന്തോഷം കൊണ്ടാണ് ഒന്നും കിട്ടുന്നില്ല. ഇത്രയും ജനങ്ങളെയും കണ്ട് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഇതായിട്ട് അതെന്ന് ഓർത്ത് വെക്കുന്ന. പിന്നെ എൻ്റെ നാട്ടില് എല്ലാവരും എന്നെ സ്വീകരിച്ചത് അത് എനിക്ക് ഭയങ്കര ഒരു. ഡാൻസ് ഒക്കെ ചെയ്യോ? ഡാൻസ് നമ്മൾ ഷോയ്ക്ക് പോകുമ്പോൾ ചെയ്യാറുണ്ട്. അല്ലാതെ ഡാൻസ് വീഡിയോ ഒന്നും യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല, ഇൻസ്റ്റയിലൊന്നും? ഉണ്ട്, കിടപ്പുണ്ട്, ഇൻസ്റ്റയിലൊന്നും ഇട്ടിട്ടില്ല. അയ്യോ, ഇപ്പൊ സ്വന്തം വസ്ത്രങ്ങളൊക്കെ സ്വന്തമായിട്ട് ആണ് എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ അതിനൊക്കെ നേരം ഉണ്ടോ? ഇല്ല, എന്നാലും തയ്ക്കും, ചുരിദാറൊക്കെ തയ്ച്ചു മക്കൾക്കൊക്കെ തയ്ച്ചു കൊടുക്കും നമ്മളുടെ ഷേപ്പിലൊക്കെ. അത് ഞാൻ പണ്ടും അങ്ങനെ തന്നെ നമ്മള് ഷേപ്പായിട്ട് തയ്ച്ചിടുക. ഇപ്പൊ ചാലക്കുടി വീട്ടിലിപ്പോ ആരൊക്കെ? എൻ്റെ അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അമ്മയുടെ അടുത്തായിരുന്നു ഓടിപ്പോയി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 മാസമായി. ഇപ്പം മക്കൾ ഇടക്കിടക്ക് വരുമോ? മക്കൾ വരും. മക്കളുടെ പേര് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലേ? റോമിയും ദിവ്യയും. ഞങ്ങൾ ദിബ്ലു എന്ന് വിളിക്കും. റോമി എന്ന് പറയുമ്പോ ഒരു ക്രിസ്ത്യൻ നെയിം. ദിബ്ലു എന്ന് വിളിക്കും ദിവ്യ മൂത്ത ആളെ. രണ്ടാമത്തെ ആളെ റോമച്ചാന്ന് വിളിക്കും. അതാണ് റോമി ആയത്. റോമിയാണ് ഡാൻസ് ഒക്കെ ചെയ്യുന്നു, പ്രോഗ്രാമിനൊക്കെ പോയി. അപ്പം ആ പേരിട്ടതൊക്കെ ഞാൻ ഇങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്. ദിവ്യ വിദ്യ എന്നായിരുന്നു. രോമച്ചൻ വിളിച്ചിട്ടാണ് അവസാനം റോമച്ചനെ ആളൊരു സെന്റ് ജോസഫിൽ വെച്ചിട്ട് സിസ്റ്റർ അംബുജയാണ് റോമിന്നാക്കി കൊടുത്തത്. രോമച്ചൻ ഇടാതെ റോമിന്നിട്ടു. റോമി നമ്മള് ദിവ്യ വിദ്യ എന്നാ സ്കൂളിൽ കൊടുക്കാം. വിദ്യ എന്ന് അവൾക്ക് ഇഷ്ടമായില്ല. നമ്മള് വീട്ടിൽ റോമച്ചാന്ന് വിളിച്ചിട്ട് സ്കൂളിൽ ചെന്നപ്പോഴും റോമച്ചെന്ന് വിളിച്ചാലേ എണീക്കുള്ളൂ. അങ്ങനെ റോമച്ചെന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ സിസ്റ്റർ അംബുജ റോമിന്നിട്ട് കൊടുത്തു. ഒരു പ്രത്യേക പേരായിരുന്നു ആ സമയത്ത്, റോമി എന്ന് പറഞ്ഞിട്ട്. അധികം ആർക്കും ഇല്ലാത്തൊരു. വലുതായപ്പോ ആ പേര് വലുതായപ്പോ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചോദിക്കട്ടെ അംബിക റോമി. അപ്പൊ എന്നെ അറിയാത്തവരായിരിക്കും റോമി ചന്ദ്രമോഹൻ. അപ്പൊ അമ്മ അംബിക. അപ്പൊ നമ്മളിങ്ങനെ റോമി ചന്ദ്രമോഹൻ, റോമി ക്രിസ്ത്യൻ ആണോ എന്നൊരു ഡൗട്ടായിരുന്നു എല്ലാവരും. അംബികയും ചന്ദ്രമോഹനും ഒരു ഹിന്ദു നെയിം ആണല്ലോ. റോമി എന്ന് പറയുമ്പോ എന്താന്ന് അവർക്ക്. അപ്പൊ അങ്ങനെയാണ് ആ പേര് വന്നത്. റോമച്ചെന്ന് വിളിച്ചു. ഇപ്പോഴും വീട്ടിൽ റോമച്ചാന്ന് തന്നെ വിളിക്കും. മക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മ ഞാനാണ് ശരിക്കും സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചെന്ന്, അമ്മ ഇങ്ങനെ എത്തിയല്ലോ അതിൽ സന്തോഷമുണ്ട്? അവർക്ക് ഞാനിപ്പം ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം വരിക. കാരണം അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുക. കാരണം അവരുടെ അടുത്ത് പോയാലും നമ്മളിപ്പോൾ കുറച്ച് ദിവസമല്ലേ നിൽക്കത്തുള്ളൂ, തിരിച്ചിങ്ങ് പോരുമല്ലോ. അപ്പം നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് സങ്കടം. അതേസമയം വർക്കുകളൊക്കെ വന്ന് നമ്മൾ പോകുമ്പോൾ അവർക്കൊരു സമാധാനമാണ്. കാരണം എല്ലായിടത്തും കൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ. അങ്ങനെ അമ്മ എന്തിനാ അഭിനയിച്ചു അങ്ങനെയും ചോദിച്ചിട്ടില്ല. അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണല്ലോ ഞാൻ വന്നത്. മക്കൾക്ക് ഇപ്പോ അഭിനയിക്കാൻ ഇഷ്ടമാണോ? രണ്ടാമത്തെ ആൾക്ക് ഇഷ്ടമുണ്ട്. ആള് കുറെ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അഭിനയിക്കാൻ.
ആദ്യം വനിതാരത്നം വിന്നറൊക്കെ ആയിരുന്നു. വനിതാരത്നം. ഡാൻസറാണ്, MFA കോഴ്സൊക്കെ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഏതൊക്കെയാണ്? ഇപ്പൊ 3-ാം നൊമ്പരമാണ് ഈ അടുത്ത് റിലീസ് ഇറങ്ങിയത്. ഇനിയിപ്പം ധ്യാനിന്റെ ഒരു പടം ഇറങ്ങാനുണ്ട്, ഒരു വടക്കൻ തേരോട്ടം. അത് ഇറങ്ങാനുണ്ട്. പിന്നെ ഒരു കുട്ടികളുടെ പടം ഇറങ്ങാനുണ്ട്. അങ്ങനെ സീരിയലിൽ ഇപ്പൊ അധികം ഇപ്പൊ ഇല്ല. സീരിയൽ ഇപ്പം ഒരു കാര്യം ചോദിക്കണം, പണ്ടത്തെ സീരിയൽ ഇപ്പോഴത്തെ സീരിയൽ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോ എന്താ തോന്നുന്നത്? ഇപ്പൊ ഒരുപാട് ഓവർ ആക്ടിങ് ഒക്കെ ഉള്ളയാണ്. അപ്പൊ അതൊക്കെ സെൻസർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒക്കെ വന്നിരുന്നല്ലോ. അതിനെ കുറിച്ച് നമ്മളെന്ത് പറയാനാ, കാരണം എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് ഇത് പറയാൻ അറിയില്ല. അറിയത്തില്ല. ഇനിയിപ്പോ ലൈഫില് ഈ 480ഓളം സിനിമകൾ ചെയ്തു. ഇനി എനിക്ക് ഈ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് മനസ്സിൽ എന്നും ഇങ്ങനെ കരുതി വെച്ചൊരു കഥാപാത്രം ഉണ്ടോ? എനിക്ക് ശരിക്കും എന്താ പറയാ, ഒരു വില്ലത്തി വേഷം അതെനിക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട്. അതേപോലെ കോമഡി ചെയ്യണമെന്ന് ആഗ്രഹങ്ങളാണ്. അത് നമുക്ക് പറയാം, ഭയങ്കര ആഗ്രഹമുണ്ട്. കോമഡി നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യോ സെറ്റിലൊക്കെ? അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്നൊരു തോന്നൽ, കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഡയറക്ഷനും ഇഷ്ടമാണെന്ന് ഏതോ ഒരു ടെലിഫിലിം ഒക്കെ ഡയറക്ട് ചെയ്തല്ലോ. ചെറുതായിട്ട് അത് റിലീസ് ആയില്ലേ? ഇല്ല, ആവാൻ പോകുന്നു. അപ്പൊ അത് കണ്ടിട്ട് നമ്മളൊക്കെ അഭിപ്രായം പറയാം. അപ്പൊ ഡയറക്ഷനും ഉള്ളിലുണ്ടല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെയല്ല, ഡയറക്ഷൻ ഒന്നുമില്ല, ഇത് ചെറിയൊരു അത്രേ ഉള്ളൂ. ഇനി എന്താണ് ആഗ്രഹം ലൈഫില്? ആഗ്രഹം ഇതുപോലെ തന്നെ നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടട്ടെ. എന്നും പ്രേക്ഷകരുടെ മുന്നിൽ ഇതുപോലെ ചെറുതാണേലും ചെറിയ ചെറിയ വർക്കുകളായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരുപാട് സിനിമകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ, ഇനി ഒരു 1000 സിനിമകളൊക്കെ എത്തട്ടെ. ഇങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം പടങ്ങളോ സീരിയലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം സന്തോഷമായിട്ട്. ഒരുപാട് സന്തോഷം കാണാൻ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഇത്ര സമയം എനിക്ക് എന്തെങ്കിലും നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരെ അറിയിക്കാനൊക്കെ പറ്റിയ ഒരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.